പ്രിയമുള്ളവരെ, ഉപ്പൂപ്പാൻ്റെ ആന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അതിപ്രശസ്തമായ ഒരു നോവലിലെ ഒരു അദൃശ്യ കഥാപാത്രമാണിത്. ആൻ ഇൻവിസിബിൾ ക്യാരക്ടർ. എൻ്റെ പൊന്നു കുഞ്ഞു പാത്തുമ്മ, നീ ആനമക്കാരിൻ്റെ പുന്നാരമോളുടെ പുന്നാരമോള. എൻ്റെ ഉപ്പൂപ്പായ്ക്ക് ഒരാനയുണ്ടായിരുന്നു, ഒരു വലിയ കൊമ്പനാന. നോവലിലെ മുഖ്യ കഥാപാത്രം പല പ്രാവശ്യം ഇതിൽ ആവർത്തിക്കുന്ന ഒരു വാചകമാണിത്, ഒരു ഡയലോഗാണിത്. നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പാരമ്പര്യങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപം ഈ ഒരു വാചകത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് യാദൃച്ഛികമായിട്ടല്ല ഇതിൻ്റെ തലക്കുറിപ്പ് വന്നത്, ബോധപൂർവം തന്നെ തിരഞ്ഞെടുത്തതാണ് ഉപ്പൂപ്പൻ്റെ ആന. സമാനമായിട്ട് നിങ്ങൾക്കറിയാം, ലോകപ്രശസ്ത ജ്യോതിർവൈജ്ഞാനികൻ കാൾ സാഗൻ്റെ ഒരാംഗലേയ വാചകം കൂടിയുണ്ട്. എ ഡ്രാഗൺ ഇൻ മൈ ഗാരേജ്. എൻ്റെ ഗ്യാരേജിലെ വ്യാളി ഉപ്പൂപ്പാൻ്റെ ആന. ഈ ഉപ്പൂപ്പാൻ്റെ ആന ഇതെങ്ങനെയാണ് പാരമ്പര്യവുമായിട്ട് ഇതിനെ ബന്ധപ്പെടുന്നത്? ഈ വർണ്ണത്തിടം പേറ്റിയ ഈ ഉപ്പൂപ്പാൻ്റെ ആന നമ്മുടെ ചിന്താ പരിസരങ്ങളെ എങ്ങനെയാണ് കയറിക്കൂടുന്നത് എന്ന് ഉപരിപ്ലവമായി, ഒരുപക്ഷെ ശാസ്ത്രീയമായ ഒരു ആഴത്തിലുള്ള പോക്കിലേക്ക് എനിക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കാം. എന്നിരുന്നാലും അതിനൊരു ശ്രമമാണ് ഞാനിവിടെ നടത്താൻ പോകുന്നത്. ഒരു ചെറിയ അനുഭവ കഥയിലൂടെ തുടങ്ങാമെന്ന് തോന്നുന്നു. എൻ്റെ മകള് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തത് നമ്മുടെ ക്രിസ്ത്യജയന്തി കോളേജിൽ നിന്നാണ്. 2 വർഷത്തിന് മുമ്പ് ഇവളെ അവിടെ അഡ്മിഷന് വേണ്ടി അവിടെ ആ കോളേജിൽ ഞാൻ പോവുകയും അഡ്മിഷനൊക്കെ തരപ്പെടുത്തി ഒരു ഹോസ്റ്റൽ സൗകര്യം തരപ്പെടുത്താൻ അവിടെയൊക്കെ അന്വേഷിച്ചു. എല്ലാ ഹോസ്റ്റലുകളിലും നോ റൂം ബോർഡുകൾ തൂങ്ങുന്നു. ഒടുവിൽ വളരെ ബുദ്ധിമുട്ടി ശ്രമപ്പെട്ടൊരു ഹോസ്റ്റൽ കണ്ടുപിടിച്ച് അവിടെ പോയി അവശേഷിച്ച ഒരേ ഒരു മുറി അത് അവർ ചോദിച്ച പൈസയൊക്കെ കൊടുത്ത് ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ തിരികെ പോന്നു. അടുത്ത ദിവസം ലഗേജുമൊക്കെയായി മോളെ അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോകുന്നു. യാദൃച്ഛികമായിട്ടല്ലെങ്കിൽ പോലും ആ കോളേജിൽ അപ്പോൾ എൻ്റെ ഒരു കസിൻ സിസ്റ്ററുടെ മകൾ പഠിക്കുന്നുണ്ടായിരുന്നു. അവളെ ഞാനവിടെ വിളിച്ചു വരുത്തി. ഇവരെ രണ്ടുപേരെയും ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ പരസഹായങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് മോളുടെ ലഗേജൊക്കെ തൂക്കി ഞാനങ്ങ് മുറിയിലോട്ട് പോകാൻ തുടങ്ങുമ്പോൾ ഈ കസിൻ സിസ്റ്ററുടെ മോള് എന്നെ പെട്ടെന്നൊന്ന് നിർത്തിയിട്ട് ചോദിച്ചു, അങ്കിളേ, അലോട്ട് മുറി ഏതാ? ഞാൻ പറഞ്ഞു, റൂം നമ്പർ 311, 311. അയ്യോ! പെട്ടെന്നുണ്ടായ പ്രതികരണം. ഈ അയ്യോ വിളിയിൽ ഞാനും ഒന്ന് വല്ലാണ്ടായി. ഞാൻ ചോദിച്ചു, എന്തേ? അത് അങ്കിളേ, ആ മുറിയിലാ കഴിഞ്ഞ ആഴ്ച ഒരു കൊച്ച് ആത്മഹത്യ ചെയ്തത്. മൂന്ന് തലച്ചോറുകളിൽ ഓരോ ചെറുപടക്കങ്ങളെങ്കിലും പൊട്ടിയിട്ടുണ്ടാവും. ഈ കഥ ഞാൻ അങ്ങോട്ട് നിർന്നില്ല. ചെറുപടക്കങ്ങളെന്ന് പറയുന്നതിനേക്കാൾ ഒരുപക്ഷെ ഈ ഉപ്പൂപ്പാൻ്റെ കൊലയാനയുടെ ചിഹ്നം വിളി ഞങ്ങളുടെ 3 പേരുടെയും, കുറഞ്ഞ പക്ഷം 2 പേരുടെയെങ്കിലും ഈ കഥ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ശേഷം 2 വർഷം അവൾ ആ കോളേജിൽ പഠിക്കുകയും അതേ ഹോസ്റ്റലിൽ താമസിച്ച് വിജയകരമായിട്ട് ഗ്രാജുവേഷൻ പൂർത്തിയാക്കി വരികയൊക്കെ ചെയ്തു. അത് കഥ. പക്ഷേ അതിനിടയിൽ നടന്ന ഒട്ടേറെ കഥകൾ, ആ ഹോസ്റ്റലിലെ കഥകളൊക്കെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ എൻ്റെ മോൾ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് സൗകര്യം കിട്ടുവാണെങ്കിൽ അവളോട് ചോദിക്കാം. ഞാൻ എൻ്റെ പ്രഭാഷണത്തിൻ്റെ തുടർഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ ഈ കഥ സൂചിപ്പിച്ചത് 3 വ്യത്യസ്ത മസ്തിഷ്കങ്ങളിൽ. ഒരു യുക്തിവാദിയാണോ എന്ന് എനിക്ക് തന്നെ ഇപ്പോഴും സംശയം തോന്നാവുന്ന സ്വന്തം അയനപ്രത്യയനങ്ങളിലൂടെ ഏതാണ്ട് ഒരു പരുവത്തിന് രൂപപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് അഹങ്കരിക്കുന്ന എൻ്റെ തലച്ചോറിൽ കയറി കൂടിയ ഒരു ഉപ്പൂപ്പാൻ്റെ ആന. യുക്തിചിന്ത എന്താണെന്ന് തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത എൻ്റെ കസിൻ സിസ്റ്ററുടെ മകളുടെ മസ്തിഷ്കത്തിൽ കയറിക്കൂടിയ മറ്റൊരാന. ഭാഗികമായിട്ടെങ്കിലും തിരുത്താൻ ഞാൻ ശ്രമിച്ച് ചിലപ്പോൾ വിജയിക്കുകയും ചിലപ്പോൾ പരാജയപ്പെടുകയൊക്കെ ചെയ്തു പോയിട്ടുള്ള എൻ്റെ മകളുടെ മസ്തിഷ്കത്തിൽ കടന്നുകൂടിയ മറ്റൊരു ഉപ്പൂപ്പാൻ്റെ ആന.
ഇത് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരു മനുഷ്യൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള അവൻ്റെ ആ ജീവിത കാലഘട്ടത്തിൽ ഏതാണ്ട് എല്ലായ്പ്പോഴും തന്നെ ഇത്തരമൊരു ഉപ്പൂപ്പാൻ്റെ ആന അവനറിയാതെ അനുധാവനം ചെയ്യുന്നുണ്ടാവും, ഉറപ്പാണ്. നമുക്കറിയാം ഈ സ്വാഭാവിക തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ നൈസർഗികമായ നിർദ്ധാരണം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പോലും വ്യക്തിഗതമായ നമ്മുടെ സ്വത്വബോധങ്ങളുണ്ടല്ലോ, അത് നമ്മുടെ മസ്തിഷ്കത്തെ വല്ലാണ്ട് സ്വാധീനിക്കുന്നുണ്ട്. ഈ വ്യക്തിഗതം എന്നതിലപ്പുറം മറ്റ് അപരബോധങ്ങൾ കൂടി നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ഈ അപരബോധങ്ങൾ നമുക്കറിയാം, നമ്മളൊക്കെ പറയാറുണ്ട് മാതാപിതാ ഗുരു ദൈവം. ഈ മാതാപിതാ ഗുരു ദൈവ സ്വാധീനം തന്നെയാണ് ഈ അപരബോധം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അപരബോധങ്ങൾ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു ചില തീട്ടൂരങ്ങളുണ്ട്. അത് വേദവാക്യങ്ങളായി കരുതി അതിനൊപ്പിച്ച് താളം തുള്ളുന്ന പാവകളായി മാറിയ ഒരു കുട്ടിക്കാലം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാവും, ഉറപ്പാണ്. തിരിച്ചറിവിന് മുമ്പ് തന്നെ നമ്മുടെ തലച്ചോറുകളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഇത്തരം അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഒക്കെ അതിപ്രസരമാണ് സത്യത്തിൽ ഇത്തരം ആനകളായി നമുക്കൊപ്പം കൂടുന്നത്. ഈ പാരമ്പര്യങ്ങളെയൊക്കെ നമുക്ക് നിഷേധിക്കാനാവുമോ? കഴിയില്ല. ഇത് നമുക്ക് അവകാശപ്പെട്ടതല്ലെങ്കിൽ പോലും ഇത് നമ്മുടെ മേടിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒസ്യത്തുകളായി മാറുകയാണ്, പാരമ്പര്യ ഒസ്യത്തുകളായി മാറുകയാണ്. നമ്മളത് സ്വീകരിക്കേണ്ടി വരികയാണ്. ഇനി ഈ ഒസ്യത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ കുറേ അറിവ് നേടാമെന്ന് കരുതിയാൽ കഴിയുമോ? ഇല്ല എന്ന് തന്നെ ഉത്തരം പറയേണ്ടി വരും. നമുക്ക് അറിവ് നേടിയിട്ട് ഈ പാരമ്പര്യങ്ങളിൽ ഇങ്ങനെയുള്ള ചിന്തകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമായിരുന്നുവെങ്കിൽ കേരളത്തിൽ പേടകങ്ങൾ ഉയരുമ്പോൾ തേങ്ങ ഉടയാൻ പാടില്ലായിരുന്നു, കന്യകമറിയാമിൻ്റെ കണ്ണിൽ നിന്നും കണ്ണീരൊലിക്കാനും പാടില്ലായിരുന്നു, തലമുടി നാരിഴകൾ വിശുദ്ധമാകാനും പാടില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇവിടെയൊക്കെ ഈ സ്വാധീന വലയത്തിൽ പെടുന്നത് ഇത്തരം ഉപ്പൂപ്പാൻ്റെ ആനകളാണെന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഇനി അതുമാത്രമോ, നമ്മുടെ നാട്ടിലുണ്ട് കീമോതെറാപ്പിക്ക് പകരം ചക്കക്കുരു തിന്നാൻ പറയും, മുള്ളാത്ത തിന്നാൻ പറയും. ഇവരൊക്കെ മോശമല്ലാത്ത ഡിഗ്രികളുടെ ഉടമകൾ കൂടിയാണ്. മോശമില്ലാത്ത ഡിഗ്രികൾ മാത്രമല്ല, ഇവരൊക്കെ ഇത്തരം പാരമ്പര്യോസ്യത്തുകൾ സ്വന്തമായി കൂടെ കൊണ്ടു നടക്കുന്നവരാണ് എന്ന് കൂടി ഓർമ്മിക്കുക. ഇനി നമ്മൾ ഈ ഉപ്പൂപ്പാൻ്റെ ആന ഇത് തന്നെയാണ് നമ്മൾ കുറേ കൂടെ മഹത്വവൽക്കരിച്ച് അതിനെ കുറേ കൂടെ അങ്ങോട്ട് മോഡിഫൈ ചെയ്തിട്ട് പറയും, ഇത് ഞങ്ങളുടെ പൈതൃകമോ, എന്തോന്ന് വൈകൃതമെന്നറിയില്ല. ഈ പൈതൃകം പോലും വൈകൃതമായി മാറുന്ന ഒരു കാലമാണിത്. യുനെസ്കോയുടെ ഒരു ഡെഫിനിഷൻ അനുസരിച്ചാണെങ്കിൽ സാംസ്കാരിക പൈതൃകം, കൾച്ചറൽ ഹെറിറ്റേജ് എന്ന് പറയുന്നത് തലമുറകളിലേക്ക് വിനിമയം ചെയ്യപ്പെടേണ്ട സാംസ്കാരിക ഈടുവയ്പ്പുകളാണെന്നാണ്. സത്യത്തിൽ അങ്ങനെയാണോ സംഭവിക്കുന്നത്? നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ കാണുന്ന ഈ സഹജമായ ഈ പാരമ്പര്യ ബോധങ്ങളൊക്കെ ഏത് മൂല്യങ്ങളാണ് ഉൾക്കൊള്ളുന്നതെന്ന് പോലും നമുക്കറിയാൻ വയ്യാത്ത ഒരവസ്ഥയുണ്ട്. നമ്മുടെ യഥാർത്ഥ പൈതൃകം, അത് ജൈവ പൈതൃകമാകട്ടെ സാംസ്കാരിക പൈതൃകമാകട്ടെ, ഇത് തേടി നമ്മളങ്ങോട്ട് പുറകോട്ട് പോയാലോ? നമുക്കറിയാം, നമ്മൾ പുറകോട്ട് പോയാൽ തട്ടിമുട്ടിയും ഏറ്റവും ഒടുവിൽ നമ്മൾ എത്തിച്ചേരുന്നത് ആഫ്രിക്കൻ വനാന്തരങ്ങളിലാണെന്ന് നമ്മുടെ രവി സാർ അടക്കമുള്ളവർ നമ്മളെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താറുണ്ട്. രവി സാർ മാത്രമല്ല, എല്ലാ ജൈവശാസ്ത്രകാരന്മാരും. അപ്പോൾ അങ്ങനെ ആ ജൈവബോധം അവിടെ നിൽക്കുമ്പോൾ തന്നെ, ആ ഒരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇത് അംഗീകരിച്ചു തരാൻ നമ്മുടെ സമൂഹം തയ്യാറല്ല എന്നുള്ളതാണ് സത്യം. എല്ലാവരും, ഏത് ബുദ്ധിജീവിയായാലും അവന് ശരിയെന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു സാമൂഹിക ക്രമത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാംസ്കാരിക വൃക്ഷത്തിൻ്റെ ശിഖരത്തിൽ അവൻ്റെ അസ്തിത്വത്തെ ബന്ധിപ്പിക്കാനായിരിക്കും എല്ലാവരും ശ്രമിക്കുക. ഇനി ഈ വ്യക്തിചിന്തകളിൽ നിന്ന് അങ്ങോട്ട് കടന്ന് നമ്മുടെ മതത്തിൻ്റെ സാമൂഹിക ബോധമൊന്ന് എടുത്തു നോക്കാം. എല്ലാ സാമൂഹിക ബോധങ്ങളും പരുവപ്പെടുന്നത് വ്യക്തിചിന്തകളിൽ നിന്നാണെന്ന് നമുക്കറിയാം. അപ്പോഴും നമ്മളറിയാതെ രൂപപ്പെടുന്ന ചില പൊതുബോധങ്ങളുണ്ട്. മതബോധം നമുക്കറിയാം, ഹൈന്ദവ മതബോധം നമുക്കറിയാം. കേരളത്തിൻ്റെ 55% വരുന്ന ഹൈന്ദവരുടെ കഥയെന്നെടുക്കുക, ഏറ്റവും പുരാതനമായ മതമെന്ന് പറയും. അതുപോലെ തന്നെ ഏറ്റവും അധികം ദൈവങ്ങൾ, ഏറ്റവും അധികം വിശ്വാസ വിഭിന്നതകൾ, ഇതൊക്കെ ഉണ്ടായിരിക്കുന്ന നമ്മുടെ ഹൈന്ദവ മതത്തിൻ്റെ ഒരു അവർണ ബോധം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ദളിതനെന്ന് കേട്ടാൽ അല്ലെങ്കിൽ അധകൃതനെന്ന് കേട്ട് കഴിഞ്ഞാൽ
രക്തം കട്ട പിടിക്കുന്ന അവരുടെ മതബോധം, ആ പൊതുബോധം, അത് ഇതുപോലെ ഉള്ള ഒരു ഉപ്പൂപ്പാൻ്റെ ആനയുടെ പ്രവർത്തനം തന്നെയെന്ന് നമുക്ക് പറയേണ്ടി വരും. മുസ്ലിം സമൂഹത്തിലേക്ക് വന്നാലോ, കേരളത്തിൽ 7-ാം നൂറ്റാണ്ട് മുതൽ വേര് പിടിച്ചെന്ന് പറയുന്ന നമ്മുടെ മുസ്ലിം സമൂഹം, നിങ്ങൾക്കറിയാം, ഷിയ സുന്നി, ഈ വംശവൈരമെന്ന് പറയുന്നത് ലോകത്തെ എക്കാലത്തെയും വംശവൈരത്തിൻ്റെ ഉദാഹരണമായി നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിലകൊള്ളുകയാണ്. കേരളീയതയ്ക്കുണ്ട്, കേരളത്തിൽ തന്നെ ഉണ്ട്. നമുക്കറിയാം, കോയ, മരക്കാർ, പിന്നെ മാപ്പിള, ഇങ്ങനെയൊക്കെയുള്ള, ഇതൊക്കെ നേരിയ തോതിലാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള വൈരങ്ങളുടെ ഒരു വേരിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ അതൊക്കെ എത്തിച്ചേരുന്നത് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ആരെങ്കിലുമൊക്കെ അഴിച്ചുവിട്ട ഉപ്പൂപ്പാൻ്റെ ആനകളുടെ ഇടയിൽ തന്നെയായിരിക്കുമെന്ന് നമ്മൾ ഓർക്കുക. ക്രൈസ്തവ സമൂഹത്തിൽ ഇതേ പൊതുബോധമുണ്ട്. കേരളത്തിലെ 18% വരുന്ന ഈ ക്രൈസ്തവരുടെ ഇടയിലെ ഈ ബോധം നമുക്കറിയാം. സുറിയാനി ക്രിസ്ത്യാനികൾ, മലങ്കര ക്രിസ്ത്യാനികൾ, റോമൻ കത്തോലിക്കർ, പിന്നെ ഇന്നലെ ജ്ഞാനസ്നാനം ഏറ്റുവന്ന പെന്തിക്കോസുകാരനും പറയും ഞങ്ങൾക്കൊക്കെ തോമസ് ലീഹയുടെ കൈവെപ്പ് ലഭിച്ചവരാണ്. ഇവരുടെയൊക്കെ പൈതൃക ബോധം പിന്നോട്ട് പോയി കഴിഞ്ഞാൽ ചെന്നെത്തുന്നത് ഏതെങ്കിലും ഒരു നമ്പൂരി ഇല്ലത്തിൻ്റെ മുറ്റത്ത് തന്നെയായിരിക്കും. ഒരൊറ്റയാളുടെ പോലും പൈതൃകം ചെന്നെത്തുന്നത് മറ്റൊരു അക്രൈസ്തവൻ്റെയോ ഒരു അധകൃതൻ്റെയോ മുറ്റത്തായിരിക്കില്ല എന്ന് നമ്മൾ അറിയണം. ഇവിടെയും ഇവരെ ഭരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ഉപ്പൂപ്പാൻ്റെ ആന തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കുക.